മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് റെയിൻബോ ഫാമിലി. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നമ്മളിന്ന് ചിക്കൻ കൊണ്ട് ഒരു തോരനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, ഒരു തക്കാളിൻ്റെ പകുതി ചോപ്പ് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ചിക്കൻ ഞാൻ നല്ലതുപോലെ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒറ്റ പൾസിൽ ക്രഷ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടിയും പച്ചമുളകും യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്കിനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കിനി ചിക്കൻ തോരൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാൻ ഇവിടെ നന്നായി ചൂടായി. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി. നമുക്കിനി ഇതിലേക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനൊരു 5 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അടച്ചൊന്നും വെക്കേണ്ട, ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ കുക്ക്ഡാണ്. അപ്പൊ പിന്നെ നമുക്കിത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെറൈറ്റി അല്ലേ? പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിക്കൻ കുക്കറിൽ വേവിക്കാൻ ഇട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് വരും കുക്കറിലിടുമ്പോൾ. മസാല പ്രിപ്പയർ ആകുമ്പോൾ ചിക്കനും കുക്കായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കിൽ കമൻസ് പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഇല്ലേ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി, വെറൈറ്റി റെസിപ്പിയുമായി കാണാം. ബൈ, ടേക്ക് കെയർ.